ഒരു ഞെട്ടലോടെ ദൃശ്യ അത് കേട്ടു. ഏതാണ് ആ പെൺകുട്ടി? ആരാണത്? അവൾ നിത്യയോട് ചോദിച്ചു. ദൃശ്യയുടെ കവിളും കണ്ണും ഐസ് വെക്കുന്നതിനിടയ്ക്ക് നിത്യ അവളെ തുറച്ചു നോക്കി. നിങ്ങളുടെ ഈ കോലാഹലം കാരണം എനിക്കത് കാണാൻ കഴിഞ്ഞില്ല, അതാണ് സത്യം, നിത്യ നീരസത്തോടെ പറഞ്ഞു. ആ പ്രോഗ്രാം ലൈവായി പോകുന്നത് കൊണ്ട് തന്നെ പല മാധ്യമങ്ങളിലും എത്തി. പല ന്യൂസ് റിപ്പോർട്ടർമാരും ആ സ്ഥലത്ത് തടിച്ചുകൂടി. പാസ്സില്ലാത്തത് കൊണ്ട് അകത്തേക്ക് പ്രവേശനമില്ലായിരുന്നു. അവർ ദേവൻ പുറത്തേക്ക് വരുമ്പോൾ ചോദിക്കണമെന്ന രീതിയിൽ മൈക്കും റെഡിയാക്കി നിന്നു. അധികം വൈകാതെ മത്സരഫലം പ്രഖ്യാപിച്ചു. എല്ലാവരും ഉറപ്പിച്ചതുപോലെ തന്നെയായിരുന്നു ആ വിജയം. ദേവന്റെ കമ്പനി തന്നെ ഇപ്രാവശ്യവും വിജയിച്ചു. കോടികളാണ് ദേവന്റെ കമ്പനിക്ക് ഗൗരി നേടിക്കൊടുത്തത്. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഗൗരി വസ്ത്രം മാറി മാസ്ക് ധരിച്ച് പുറത്തേക്കിറങ്ങി. അവിടെ തടിച്ചുകൂടിയ മീഡിയക്കാരെ കണ്ട് അവൾ ദേവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. നീ മാസ്ക് മാറ്റണ്ട, ദേവൻ അവളോട് പറഞ്ഞു. സാർ, നിങ്ങൾ വിവാഹിതനാണെന്ന് പറഞ്ഞു, സത്യമാണോ അത്? അത് ഇയാളാണോ സാർ ആ വ്യക്തി? അതെ. സാർ, മാസ്ക് ഒന്ന് മാറ്റാൻ പറയുമോ? നിങ്ങൾക്കുള്ള മറുപടികളെല്ലാം ഞാൻ വ്യക്തമായി തരും, ഇപ്പോഴല്ല, പിന്നീട്. ഇപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഫിറോസ് അനുനയത്തിൽ പറഞ്ഞു. ദേവൻ സാർ, പ്ലീസ് ഒരു നിമിഷം. ദേവൻ നിന്നു. സാർ, ഈ സ്ത്രീ താങ്കളുടെ എത്രാമത്തെ വൈഫാണ്? വാട്ട്? ദേവൻ ആ റിപ്പോർട്ടർക്ക് നേരെ ആഞ്ഞു. അതല്ല, നിങ്ങളെപ്പോലുള്ള കോടീശ്വരന്മാരെ വസ്ത്രം മാറുന്നത് പോലെ സ്ത്രീകളെ മാറുമെന്ന് ഒരു കിംവദന്തി പറയുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ദേവൻ ആ റിപ്പോർട്ടറുടെ മൈക്കിലേക്ക് നോക്കി. ഓ, അപ്പോൾ നിങ്ങൾ DR ന്യൂസ് ആണ്. ഇതുപോലുള്ള വാർത്തകൾ എനിക്ക് നേരെ നിങ്ങളുടെ പത്രമോ വാർത്തകളോ അഴിച്ചുവിട്ടാൽ പിന്നെ ഈ DR ന്യൂസ് പത്രങ്ങളിൽ വായിക്കാൻ മാത്രം പാകത്തിലുള്ള വരികൾ മാത്രമായി മാറും, അവൻ താക്കീതെന്നതുപോലെ പറഞ്ഞു. ഫിറോസും കൂട്ടാളികളും എല്ലാവരെയും മാറ്റി അവർക്ക് കാർ ലക്ഷ്യമാക്കി വഴി കാണിച്ചു കൊടുത്തു. കാറിൽ കയറിയതും ഗൗരി ഒരു ദീർഘനിശ്വാസം വലിച്ചു വിട്ടു. ഗൗരി, നീ ഓക്കെ അല്ലേ? ദേവൻ ചോദിച്ചു. അതെ, ഓക്കെയാണ്. ദേവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും പോയി. അല്ല, അവരൊക്കെ? ഗൗരി സംശയത്തോടെ ചോദിച്ചു. ഫിറോസും കൂട്ടരുമല്ലേ, വേറെ വണ്ടിയുണ്ട്, വരും. എനിക്കിപ്പോൾ എൻ്റെ ഭാര്യയോട് അല്പം സംസാരിക്കണം, ദേവൻ അവളെ നോക്കി പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ ചെയ്തതിൽ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഏയ്, നീ എൻ്റെ അഭിമാനത്തെ കോട്ടം തട്ടാതെ സൂക്ഷിച്ചു, അതിന് ഞാൻ നിന്നോട് നന്ദിയല്ലേ പറയേണ്ടത്? ഗൗരി, ഇനിയും ഈ വിവാഹം നമ്മൾ മറച്ചു വെക്കണോ? നിന്നെ ഒന്ന് നല്ലതുപോലെ എനിക്ക് പുറത്ത് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് മടുത്തു തുടങ്ങിയോ? തുടങ്ങി. നീ എൻ്റെ ഭാര്യയാണെന്ന് ലോകം മുഴുവൻ അറിയണം. നിങ്ങളുടെ ഇഷ്ടം പോലെ. അല്പനേരം സംസാരം നീണ്ടു നിന്നു. അവളുടെ സംസാരത്തിൽ വല്ലാത്ത കിതപ്പ് ദേവന് തോന്നി. എന്ത് പറ്റി? നീ വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. അത് പിന്നെ എൻ്റെ ഡ്രസ്സ് നല്ല ടൈറ്റാണ്, എനിക്ക് വല്ലാത്ത അസ്വസ്ഥത. ഓ, ദേവൻ കാറ് ഒരു ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് നിർത്തി. അവൾ അപ്പോഴേക്കും വല്ലാതെ വിയർക്കാനും ചുവക്കാനും തുടങ്ങി. നീ ഓക്കെ അല്ലേ? അല്ല, എനിക്ക് നല്ലതുപോലെ ശ്വാസം മുട്ടുന്നുണ്ട്, ഗൗരി ശ്വാസം വലിച്ചെടുത്ത് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ദേവൻ ചോദിച്ചു. എൻ്റെ ബാക്കിലുള്ള വള്ളിയെല്ലാം ഒന്ന് അഴിച്ചു തരൂ. ഗൗരി അവൻ്റെ നേരെ തിരിഞ്ഞിരുന്നു. വിശ്രമ റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള നോർമൽ ഡ്രസ്സ് എന്ന് തോന്നിക്കുന്ന ഡ്രസ്സാണ് അവൾ ഇട്ടത്. പക്ഷേ ബാക്കിൽ ധാരാളം കെട്ടുകളും വള്ളികളും ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെയുള്ള സ്റ്റാഫ് തന്നെയാണ് അവൾക്ക് സെറ്റ് ചെയ്തത്. അത് മുറുകിയത് കൊണ്ടാണ് അവൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നിയത്. ദേവൻ്റെ മുന്നിൽ അവൾ തിരിഞ്ഞിരുന്നു. അവിടെ വെളുത്ത തോളുകളും സ്വർണ്ണ നിറത്തിലുള്ള ചെറു രോമങ്ങളും അവൻ്റെ കണ്ണുകളിൽ പെട്ടു. അവളുടെ പുറം കണ്ടതും അവൻ്റെ ഹൃദയം വല്ലാതെ മിടിച്ചു. അവൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താ ചെയ്യുന്നത്? വേഗം ഒന്ന് അഴിക്ക്, ഗൗരി ധൃതിയിൽ പറഞ്ഞു. വിറയാർന്ന കൈകൊണ്ട് ദേവൻ പതിയെ ആ കെട്ടുകൾ ഓരോന്നായി അഴിച്ചു മാറ്റി. കടും നീല നിറത്തിലുള്ള ഒരു വസ്ത്രമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവളുടെ നിറം നല്ലതുപോലെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പുറംഭാഗം ആദ്യമായിട്ടാണ് ദേവൻ ഇങ്ങനെ അടുത്ത് സൂക്ഷിച്ച് കാണുന്നത്. അതിൻ്റെ വിറയലും ചമ്മലും അവൻ്റെ മുഖത്ത് നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ദേവൻ്റെ കൈവിരലുകൾ അവളുടെ പുറത്തുകൂടെ പതിയെ സ്പർശിച്ചു. അവളുടെ സ്വർണ്ണ നിറമുള്ള രോമങ്ങൾ എഴുന്നേറ്റ് നിന്നത് കണ്ട് ദേവൻ ചിരിച്ചു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? കഴിഞ്ഞു, ദേവൻ അവളുടെ ഡ്രസ്സിൽ നിന്നും കൈമാറ്റിക്കൊണ്ട് പറഞ്ഞു. പിന്നീട് അവളുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ദേവന് വല്ലാതെ തോന്നി. അവൾക്കും അതേ അവസ്ഥ തന്നെ. അല്പം നേരം രണ്ടുപേരും പരസ്പരം സംസാരിക്കാതെ അങ്ങനെയിരുന്നു. അതിന് തടയിട്ടേന്നത് പോലെ ദേവൻ ചോദിച്ചു. എന്ത് പറ്റി? നീയൊന്നും മിണ്ടുന്നില്ലല്ലോ. അതിന് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ, അവളും മറുപടി നൽകി. നാവ് കടിച്ചുകൊണ്ട് ദേവൻ ആലോചിച്ചു. ശരിയാ,
ദേവൻ്റെ ശരീരത്തിൽ എന്തോ ഒരു മാറ്റം അവന് തന്നെ തോന്നി. ഇവളിങ്ങനെ ഈ വേഷത്തിൽ അധിക നേരം ഇരുന്നാൽ എൻ്റെ കൺട്രോൾ പോകും. അതിനു മുന്നേ വീട്ടിലെത്തണം. എന്നാ പോകാം? ദേവൻ അവളുടെ മുഖത്ത് നോക്കാതെ ചോദിച്ചു. ആ. അവൾ പുറത്തെ കാഴ്ചകൾ നോക്കി തിരിഞ്ഞിരുന്നു. അവളുടെ പുറം മുഴുവനായും ദേവൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു. വള്ളികൾ അഴിച്ചതുകൊണ്ട് തന്നെ അവളുടെ പുറം മുഴുവനായും നഗ്നമായിരുന്നു. അവൻ്റെ കണ്ണുകൾക്ക് അത് നോക്കാതിരിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് വണ്ടി നിർത്തി. എന്ത് പറ്റി? ഗൗരി സംശയത്തോടെ ചോദിച്ചു. അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. വിവാഹം കഴിഞ്ഞുവെങ്കിലും ഇതുവരെ അവളുടെ ശരീരം അവൻ സ്വന്തമാക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിന് ശ്രമിച്ചിട്ടില്ല. തന്നേക്കാൾ എത്രയോ ചെറിയ പെൺകുട്ടിയാണ് അവൾ. തൻ്റെ നെഞ്ചിൻ്റെ അത്ര പോലും ഇല്ലാത്ത ഒരു ചെറിയ പെൺകുട്ടി. തൻ്റെ ശരീരം അവൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന തോന്നലായിരുന്നു അവന്. ഗൗരി, ആ നീ എന്താ? നീ ആ ഡ്രസ്സിൻ്റെ മുകളിൽ ദേ എൻ്റെ കോട്ടിട്ടിരുന്നോളൂ. ദേവൻ അവൻ്റെ കോട്ടൂരി അവൾക്ക് നേരെ നീട്ടി. ഇതെന്തിനാ? നിന്റെ പുറം മുഴുവനായും കാണാനുണ്ട്. അത് കേട്ടതും അവൾക്കും എന്തോ പോലെയായി. അവൾ പിന്നീട് ഒന്നും ചോദിക്കാതെ ആ കോട്ടെടുത്ത് ദേവനെ നോക്കി. നിങ്ങൾ ഓക്കെ അല്ലേ? ആ, ഓക്കെയാണ്. ദേവൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കാറ് പായിച്ചു. ഇതേ സമയം ഗ്രാമത്തിൽ ഗൗതം അറിയാതെ തന്നെ അനന്യയെ പഴയ തൻ്റെ പ്രണയിനിയായി കണ്ടു തുടങ്ങിയിരുന്നു. ഇന്ന് വൈകിട്ട് അനന്യയ്ക്കൊരു സ്കാനിംഗ് ഉണ്ടായിരുന്നു. പട്ടണത്തിൽ തന്നെ ബെസ്റ്റ് ഹോസ്പിറ്റലാണ് അനന്യയെ ഗൗതം കൊണ്ടുപോയത്. അവിടെ സ്കാനിംഗ് ഏരിയയിൽ ഭർത്താവിനും കയറാം എന്നതായിരുന്നു അവിടുത്തെ പ്രത്യേകത. കാറിൽ അങ്ങോട്ടേക്ക് അവർ നേരത്തെ തന്നെ ഇറങ്ങി. അവരുടെ അവസ്ഥയിൽ ഗ്രാമത്തിലെ കുണ്ടും കുഴിയിലും വീഴാതെ പതുക്കെ വേണം കൊണ്ടുപോകാൻ. അങ്ങനെ പതുക്കെ പോകണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണം. അവർ വീട്ടിൽ നിന്നും ഇറങ്ങി. മോശമായ വഴികളിൽ കൂടെ പോകുമ്പോൾ അനന്യയേക്കാൾ ഭയം ഗൗതമിനായിരുന്നു. എത്രയൊക്കെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും അവൻ്റെ കുഞ്ഞാണെന്നത് അവൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് വണ്ടി ഒരു വലിയ ഗട്ടറിൽ വീണത്. അനന്യയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഗൗതം ഭയന്ന് കാർ നിർത്തി. നീ ഓക്കെ അല്ലേ? അവൻ വിറയലോടെ ചോദിച്ചു. പുരികമുയർത്തിക്കൊണ്ട് അനന്യ അവനെ നോക്കി. എന്താ നീ ഒന്നും പറയാത്തെ? ഓക്കെ അല്ലേ നീ? അവൾ പതിയെ അവനെ നോക്കി ചിരിച്ചു. ഓക്കെയാണ്. ഈ നാശം പിടിച്ച റോഡ് കാരണം മനസമാധാനമായി പോകാൻ പറ്റുന്നില്ല. ഗൗതം കാറിൻ്റെ ഹോണിൽ അമർത്തി ദേഷ്യം കാണിച്ചു. എങ്ങനെയോ അനന്യ ഗൗതമിൻ്റെ ദേഷ്യത്തെ ശമനത്തിലാക്കി. അല്പനേരം എടുത്തിട്ടാണേലും ഇരുവരും ലാബിലെത്തി. അരമണിക്കൂറോളം പുറത്തിരുന്ന അനന്യയ്ക്ക് നേരെ ഒരു നേഴ്സ് വന്നു. കുട്ടി, നല്ല തണുത്ത എന്തെങ്കിലും കഴിച്ചിട്ട് വരൂ. ഇനി 2 പേര് കൂടെ കഴിഞ്ഞാൽ നിങ്ങളാണ്. അവൾ ശരിയെന്ന് തലയാട്ടി. ഗൗതം എഴുന്നേറ്റു. അവളെ പതിയെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേക്കാൻ സഹായിച്ചു. അവൻ കണ്ണുകൾ ചുറ്റിലും പരതി. നിനക്ക് എന്താ വേണ്ടേ? അവൻ അവളോട് ചോദിച്ചു. അവിൽ മിൽക്ക് എന്തേലും? അവൾ താഴേക്ക് നോക്കി പറഞ്ഞു. ശരി, വാ, കഴിച്ചിട്ട് വരാം. ഗൗതം അനന്യയ്ക്ക് അത് വാങ്ങി നൽകി. തണുപ്പുള്ളത് കഴിക്കുമ്പോൾ കുഞ്ഞ് പതിവിലും നന്നായി തന്നെ അനങ്ങുന്നത് അവൾ അറിഞ്ഞു. ഗൗതമിനെ അത് അറിയിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു. അവളിടയ്ക്ക് ഗൗതമിനെ നോക്കുന്നത് കണ്ട് അവളെന്തോ അവനോട് പറയാൻ വരികയാണെന്ന് ഗൗതമിന് മനസ്സിലായി. എന്താ അനന്യ? ഗൗതം, അത് പിന്നെ, അവൾ ചെറിയ ഭയത്തോടെ പറഞ്ഞു നിർത്തി. പറ അനന്യ. നിന്റെ കൈയൊന്ന് തരുമോ? അവൻ പുരികമുയർത്തി അവളെ നോക്കി. തരൂ, അവൾ കെഞ്ചുന്നത് പോലെ പറഞ്ഞു. അവൻ കൈ അവൾക്ക് നേരെ നീട്ടി. അവൾ വയറിൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് അവൻ്റെ കൈ വെച്ചു. ഗൗതം, അവിടെ വെക്കണേ. ഒരു കുട്ടിയെപ്പോലെ അവനും മൂളി. അവൾ കുറച്ച് അവിൽ മിൽക്ക് കഴിച്ചു. പെട്ടെന്നാണ് എന്തോ ഒന്ന് അവൻ്റെ കയ്യിൽ വന്ന് കുത്തുന്നത് പോലെ അവന് തോന്നിയത്. അവൻ്റെ വാ പൊളിഞ്ഞുപോയി. ഇത്? അവൾ അവനെ നോക്കി ചിരിച്ചു. നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കമാണ്. അവൻ്റെ മുഖത്ത് അവളോടുള്ള സ്നേഹവും കുഞ്ഞിനോടുള്ള സ്നേഹവും ഒരുപോലെ തെളിഞ്ഞു. അനന്യ, നിനക്ക് വേദനിക്കുന്നില്ലല്ലോ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഇത് നല്ല സുഖമാണ്, അനന്യ പറഞ്ഞു. അവൻ്റെ കൈകളിൽ 1-2 തവണ അവൻ്റെ കുഞ്ഞു വന്ന് തള്ളി. അറിയാതെ അവൻ ചോദിച്ചു. അച്ഛൻ്റെ കുഞ്ഞിക്ക് അവിൽ മിൽക്ക് ഇഷ്ടായോ? ഇത് കേട്ടതും ആശ്ചര്യത്തോടെ അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കത് മറച്ചു വയ്ക്കാനായില്ല. തൻ്റെ ഗൗതം അവനെ തിരിച്ചു കിട്ടാൻ പോകുന്നു. അല്ല, തിരിച്ചു കിട്ടി. അവളുള്ളിൽ ഒരുപാട് പ്രതീക്ഷയോടെ സന്തോഷത്തിൻ്റെ കണ്ണുനീർ പൊഴിച്ചു. അല്പനേരം കഴിഞ്ഞ് അവർ ലാബിൻ്റെ മുന്നിലിരുന്നു. ഗൗതം ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ അനക്കമാണ് ഓർക്കുന്നത്. എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിച്ചു നടന്നതാണ് ഞാൻ. ആ പാവം പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരെ. അവന് കുറ്റബോധം കൊണ്ട് വിയർത്തു. ഗൗതം അനന്യയുടെ ഒഴിഞ്ഞ കൈകൾ നോക്കി. പതിയെ അത് കോർത്തു പിടിച്ചു.
പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തതും അവൾക്ക് വീണ്ടും സന്തോഷമായി. പെട്ടെന്ന് അനന്യയെ വിളിച്ചു. അവളും ഗൗതമും അകത്തേക്ക് കയറി. അനന്യയോടായി അവിടെ കിടക്കാൻ പറഞ്ഞു. വസ്ത്രം പരമാവധി മാറിടം വരെ കയറ്റി വയ്ക്കാനും ആ ഡോക്ടർ പറഞ്ഞു. അവൾക്ക് നല്ലതുപോലെ നടുവേദനയുള്ളതുകൊണ്ട് മലർന്നു കിടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവൾ കിടക്കുന്ന ഭാഗത്തുണ്ടായിരുന്ന ചെയറിൽ ഗൗതം ഇരുന്നു. അവളുടെ കൈ അവൻ കോർത്ത് പിടിച്ചുകൊണ്ട് സ്ക്രീനിൽ തന്നെ നോക്കി. ഡോക്ടർ ഒരു സോപ്പ് കുപ്പി പോലെ ഒന്ന് എടുത്ത് അവളുടെ വയറിൽ വെച്ചു. അതിൽ നിന്നും വെള്ളം പോലുള്ള ഒരു കൊഴുപ്പ് അവളുടെ വയറ്റിൽ വീണു. ഒരു മെഷീൻ കൊണ്ട് ഡോക്ടർ പരിശോധന തുടങ്ങി. ആദ്യം തന്നെ ആ സ്ക്രീനിൽ അവർക്ക് മനസ്സിലാവാത്ത പല ഭാഗങ്ങൾ വന്നു. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ അവർക്ക് നേരെ നല്ലതുപോലെ സ്ക്രീൻ നീട്ടി. ആദ്യമായി ഡോക്ടർ അവരുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആയിരുന്നു കേൾപ്പിച്ചത്. ഗൗതം, അനന്യ, ഇത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റാണ്, നോർമലാണ്. ഇത് കുഞ്ഞിൻ്റെ കൈ, ഇത് കുഞ്ഞിൻ്റെ ഹൃദയം. അങ്ങനെ എല്ലാം അവർക്ക് കാണിച്ചു കൊടുത്തു. ഗൗതമിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, ഓക്കെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അനന്യയുടെ കണ്ണും സന്തോഷം കൊണ്ട് നിറഞ്ഞത്. അവിടെ തന്നെ കുട്ടി ഗേളാണോ ബോയ് ആണോ എന്ന് അറിയാനുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. ഡോക്ടർ അവരെ നോക്കി പ്രത്യേകം ചോദിച്ചു, നിങ്ങൾക്ക് ബേബി ഗേളാണോ ബോയ് ആണോ എന്നറിയണോ? ഗൗതമും അനന്യയും ഒന്നും പരസ്പരം നോക്കി. അവർക്ക് ഭയമുണ്ടായിരുന്നു. ആൺകുഞ്ഞാണ് എങ്കിൽ ഗൗതം അവളെ സ്വീകരിക്കും, പെണ്ണാണേൽ ഒഴിവാക്കുമെന്ന്. വേണ്ട ഡോക്ടർ, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞത് തന്നെ വലിയ സന്തോഷം, ഗൗതം പറഞ്ഞു. ഇത് കേട്ട് അനന്യ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ആരായാലും എന്താ, നമ്മുടെ കുഞ്ഞല്ലേ? ഗൗതം അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു.